അപ്പോൾ നമ്മൾ ഈ വർഷത്തെ ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷൻ ഫസ്റ്റ് സോഷ്യോളജി സ്റ്റാർട്ട് ചെയ്യാണ്. നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ഇത് രണ്ട് തുല്യതയുടെയും ഒരു റെഗുലർ വിദ്യാർത്ഥികളുടെയും രണ്ടും സെയിമാണ്. ക്വസ്റ്റ്യൻ പാറ്റേൺ കാര്യങ്ങളൊക്കെ സെയിമാണ്, സിലബസ് സെയിമാണ്. അപ്പോൾ രണ്ടും ഒരുമിച്ചാണ് ചെയ്യുന്നത്. ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് 2026 മാർച്ചിൽ നടന്നിട്ടുള്ള റെഗുലർ വിദ്യാർത്ഥികളുടെയും ഏറ്റവും ലാസ്റ്റത്തെ ക്വസ്റ്റ്യൻ പേപ്പറായിട്ട് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ ആദ്യം സോഷ്യോളജിയിൽ 2025 കഴിഞ്ഞ വർഷം ജൂലൈയിൽ നടന്നിട്ടുള്ള ഹയർ സെക്കൻഡറി പരീക്ഷയുടെ തുല്യതാ പരീക്ഷയുടെ ക്വസ്റ്റ്യൻ പേപ്പറാണ് നിങ്ങൾ കാണുന്നത്. ദെൻ ആദ്യത്തെ പാർട്ട് 3-4 പാർട്ടായിട്ടാണ് ക്വസ്റ്റ്യൻ പേപ്പർ ഉള്ളത്. ആദ്യ പാർട്ട് ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് കാണാം. അത് 1 മുതൽ 10 വരെയുള്ള ചോദ്യങ്ങൾക്ക് ഏതേലും ഓക്കെ 1 മുതൽ 10 വരെയുള്ള ചോദ്യങ്ങൾക്ക് എല്ലാവർക്കും ഉണ്ടോ, ബുദ്ധിമുട്ടുണ്ടോ? അതായത് വോയിസ് ഓക്കെ അല്ലേ? ഇടക്കിടക്ക് ഒന്ന് വെയിറ്റ് ചെയ്യണേ. ഓക്കെ, റെഡി ആയിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. യെസ്, ഓക്കെ. അപ്പോൾ നമ്മൾ പറയുന്നത് ആദ്യത്തെ ഫസ്റ്റ് പാർട്ടിൽ 1 വേർഡ് ക്വസ്റ്റ്യൻസ് ആണ്. 10 ക്വസ്റ്റ്യൻസ് തന്നിട്ട് അതിൽ നിന്ന് 9 ക്വസ്റ്റ്യനാണ് എഴുതേണ്ടത്. നിങ്ങൾ ചെയ്യേണ്ടത് എല്ലാ ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷനിലും ആമുഖമായിട്ട് പറയാറുള്ളത് 1 by 1 ആയിട്ട് ഒരിക്കലും എഴുതി പോകണം എന്ന് യാതൊരു നിർബന്ധവുമില്ല. നിങ്ങളുടെ ക്വസ്റ്റ്യൻ പേപ്പർ ഇവാലുവേറ്റ് ചെയ്യുന്നത് നിങ്ങളുടെ ക്വസ്റ്റ്യൻ നമ്പർ അനുസരിച്ച് നിങ്ങൾ ചെയ്തിട്ടുള്ള ആൻസറിനനുസരിച്ചാണ്. അല്ലാതെ നിങ്ങൾ 1 by 1 ആയിട്ട് നിങ്ങൾ ചെയ്യുന്നുണ്ടോ എന്നൊന്നുമില്ല. ഓക്കെ, റെഡി ആവുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ 1 by 1 ആയിട്ട് നിങ്ങൾ ചെയ്യണമെന്ന് യാതൊരു നിർബന്ധവുമില്ല. നിങ്ങൾ ചെയ്യേണ്ടത് അറിയുന്ന ആൻസറുകൾ ആദ്യം എഴുതുക. ഓക്കെ, അറിയുന്ന ആൻസറുകൾ ആദ്യം എഴുതുക. 1 by 1 ആയിട്ട് എഴുതണമെന്നില്ല. നിങ്ങൾക്ക് 1ാമത്തെ ആൻസർ കഴിഞ്ഞിട്ട് 5ാമത്തെ ആൻസർ ആണെങ്കിൽ 1 എഴുതി കഴിഞ്ഞതിന് ശേഷം 5 എഴുതുക. പല ക്വസ്റ്റ്യൻ പേപ്പറിലും പല ആൻസർ ഷീറ്റുകളും ഇവാലുവേഷൻ്റെ സമയത്ത് കാണുന്ന ഒരു കാര്യമാണ്. അതായത് ഒരു ആൻസർ ഷീറ്റിൽ 1, 2, 3 എന്ന് 10 വരെ എഴുതി വെച്ചിട്ടുണ്ടാവും. എന്നിട്ട് അറിയുന്ന മാത്രം എഴുതിയിട്ട് ബാക്കിയൊക്കെ ബ്ലാങ്ക് ആക്കി ഇട്ടിട്ടുണ്ടാവും. പിന്നെ ഒരു സമയത്ത് വന്ന് എഴുതാമെന്നുള്ളത്. അതൊക്കെ അങ്ങനെയൊന്നും ചെയ്യാതിരിക്കുക. അത് ചെയ്യുന്നത് ആ ആൻസർ ഷീറ്റിൻ്റെ ഒരു വൃത്തികേടാക്കുന്നതിന് തുല്യമാണ്. അപ്പോൾ അറിയുന്ന ഇങ്ങനെ എഴുതിപ്പോയാൽ 1 കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് അറിയുന്നത് 5ാമത്തെ ക്വസ്റ്റ്യൻ ആണെങ്കിൽ 5 എഴുതുക. ദെൻ 6 ആണെങ്കിൽ 6 എഴുതുക. അങ്ങനെ എഴുതിപ്പോയാൽ മതി. ഇനി ഫസ്റ്റ് തന്നെ 1 വേർഡ് ക്വസ്റ്റ്യൻ എഴുതണമെന്ന് യാതൊരു നിർബന്ധമില്ല. എസ് ആണ് നിങ്ങൾക്ക് ആദ്യം എഴുതാൻ തോന്നുന്നത്, നിങ്ങൾക്ക് എസ് എഴുതാം. ഓക്കെ, ആ കാര്യം ശ്രദ്ധിക്കുക. ദെൻ ആൻസർ ഷീറ്റ് വൃത്തിയായിട്ട് എഴുതുക. ദെൻ അറിയുന്ന ആൻസർ ആദ്യം എഴുതുന്നത് നിങ്ങളുടെ പേപ്പറിനോട് ഒരു ഇംപ്രഷൻ കൂട്ടാൻ കഴിയുമെന്നുള്ളതാണ്. ആ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുക. അപ്പോൾ നമ്മൾ ഫസ്റ്റ് 1 മുതൽ 10 വരെയുള്ള ഏതെങ്കിലും 9 ചോദ്യങ്ങളാണ്, 9 മാർക്കാണ് നമുക്ക് ഈ ഭാഗത്തു നിന്ന് കിട്ടാനുള്ളത്. അപ്പോൾ ഇവിടെ നരവംശശാസ്ത്രം പ്രാഥമികമായിട്ട് പഠിക്കുന്നത് എന്തിനെക്കുറിച്ചാണ് എന്നുള്ളതാണ്. അപ്പോൾ നിങ്ങൾക്ക് ഒരു ഡൗട്ട് വരുന്ന സമയത്ത് നിങ്ങൾക്ക് ഇംഗ്ലീഷിലും മലയാളത്തിലും ക്വസ്റ്റ്യൻ പേപ്പർ ഉണ്ട്. ഞാനത് മലയാളം മാത്രമാണ് കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. നിങ്ങളുടെ ക്വസ്റ്റ്യൻ പേപ്പറിൽ ഇംഗ്ലീഷിലും മലയാളത്തിലുണ്ടാവും. മലയാളത്തിലുള്ള ചില വാക്കുകൾ ചിലപ്പോൾ നിങ്ങൾക്ക് പരിചയമില്ലാത്ത അല്ലെങ്കിൽ പ്യുവറായിട്ടുള്ള സോഷ്യോളജിക്കലായിട്ടുള്ള വേർഡ്സൊക്കെ നിങ്ങൾക്ക് അതിന് സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിന് ഇംഗ്ലീഷ് അറിയാമായിരിക്കും. അപ്പോൾ അപ്പുറത്ത് പോയിട്ട് ആ ഓപ്ഷൻസ്, ഇത്തരത്തിലുള്ള ക്വസ്റ്റ്യൻസിൻ്റെ ഒക്കെ ഓപ്ഷൻസ് കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ നേരിട്ട് എന്ത് ചെയ്യുക, നിങ്ങൾ ഇംഗ്ലീഷിൻ്റെ ഭാഗം കൂടി ഒന്ന് നോക്കാം. ഓക്കെ, ഇതിൽ ആൻസർ നരവംശശാസ്ത്രം പ്രാഥമികമായിട്ട് പഠിക്കുന്നത് ലളിത സമൂഹത്തെക്കുറിച്ചാണ്. ഓക്കെ, ലളിത സമൂഹത്തെക്കുറിച്ചാണ്. അപ്പോൾ സിമ്പിൾ സൊസൈറ്റിയെക്കുറിച്ചാണ് നരവംശശാസ്ത്രം പഠിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇത്തരത്തിലുള്ള രീതിയിൽ നിങ്ങൾ ക്വസ്റ്റ്യൻ ക്ലിയർ ചെയ്യുക, അല്ലെങ്കിൽ ക്വസ്റ്റ്യൻ ആൻസർ ചെയ്ത് ഇങ്ങനെ നോക്കാം. മലയാളം നിങ്ങൾക്ക് വായിക്കാവുന്നതിൽ അല്ലെങ്കിൽ മലയാളത്തിലെ വാക്കുകളിൽ എന്തെങ്കിലും സംശയം വന്നിട്ടുണ്ടെങ്കിൽ നേരിട്ട് ഇംഗ്ലീഷ് നോക്കിയാൽ ഒരുപക്ഷെ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും. കാരണം അതിൻ്റെ ഇംഗ്ലീഷ് വാക്കുകളോ അല്ലെങ്കിൽ നമ്മൾ പറഞ്ഞിട്ടുള്ള ക്ലാസ്സിലോ അല്ലെങ്കിൽ ടെക്സ്റ്റ് ബുക്കിലോ അതിൻ്റെ ഇംഗ്ലീഷ് നിങ്ങൾക്ക് ഓർമ്മ ഉണ്ടാവും. അപ്പോൾ ആ കാര്യം. അപ്പോൾ
നരവംശശാസ്ത്രം എന്നുള്ളത് മനുഷ്യൻ്റെ ആദിമ മനുഷ്യനെക്കുറിച്ചും അവൻ്റെ പരിണാമത്തെക്കുറിച്ചൊക്കെയാണ് നരവംശശാസ്ത്രം പഠിക്കുന്നത്. അപ്പോൾ നരവംശശാസ്ത്രം പ്രാഥമികമായിട്ട് പഠിക്കുന്നത് വ്യക്തികളുടെ പെരുമാറ്റമല്ല, അസോസിയേഷനല്ല, ആധുനിക സമൂഹമല്ല, ലളിത സമൂഹത്തെക്കുറിച്ചാണ് നരവംശശാസ്ത്രം പ്രാഥമികമായിട്ടും പഠിക്കുന്നത്. ഇനി എല്ലാ ക്വസ്റ്റ്യൻ പേപ്പറിലും നമ്മളിപ്പോൾ എടുത്തിട്ടുള്ള 3 ക്വസ്റ്റ്യൻ പേപ്പറിലും കാണപ്പെടുന്ന ഒരു ക്വസ്റ്റ്യനാണ്, റിപ്പീറ്റഡ് ആയിട്ട് ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യനാണ് ഏത്? സാമൂഹ്യശാസ്ത്ര സങ്കല്പം. ഈ സാമൂഹ്യശാസ്ത്ര സങ്കല്പത്തിൻ്റെ സാമൂഹ്യശാസ്ത്ര സങ്കല്പത്തിൻ്റെ ഉപജ്ഞാതാവ് ആരാണെന്ന് ചോദിക്കും. അല്ലെങ്കിൽ സാമൂഹ്യശാസ്ത്ര സങ്കല്പത്തിൽ സി റൈറ്റ്സ് മിൽസ് എന്ത് തമ്മിലുള്ള ബന്ധത്തെയാണ് വിശദീകരിക്കുന്നത് എന്നുള്ളത് അത് നിങ്ങൾക്ക് അറിയാൻ പറ്റും. ഏതാണ്? സാമ്പത്തിക ശാസ്ത്രം മതവുമല്ല, രാഷ്ട്രീയ അധികാരവും സാമ്പത്തിക അസമത്വമല്ല, വ്യക്തി സ്വാതന്ത്ര്യവും സാമൂഹ്യ മാനദണ്ഡവുമല്ല പഠിക്കുന്നത്. വ്യക്തിപരമായിട്ടുള്ള പ്രശ്നങ്ങൾ എങ്ങനെയാണ് സാമൂഹ്യ പ്രശ്നങ്ങളാവുന്നത്? നമ്മുടെ ഫസ്റ്റത്തെ പാഠത്തു നിന്നാണ് ചോദ്യം. അപ്പോൾ സാമൂഹ്യശാസ്ത്ര സങ്കല്പം എന്നുള്ള ടോപ്പിക്ക് വൺ വേർഡായിട്ട് റിപ്പീറ്റഡ് ആയിട്ട് ചോദിക്കും. ഈ 3 പേപ്പറിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. ആരാണ് സാമൂഹ്യശാസ്ത്ര സങ്കല്പത്തിൻ്റെ ഉപജ്ഞാതാവ് എന്ന് ചോദിക്കും. അത് CW. എന്താണ് അതിൽ പഠിക്കുന്നത്? വ്യക്തിപരമായിട്ടുള്ള പ്രശ്നങ്ങളും പൊതുപ്രശ്നങ്ങളും. ഓക്കെ, ഇങ്ങനെ പഠിക്കുക. ആ ഒരു ടോപ്പിക്ക് എന്തായാലും ഓർമ്മയുണ്ടാകണം എന്താണെന്നുള്ളത്. ഇനി 3-മത്തത് അധികാരം, അല്ലേ? ഇത്തരത്തിലുള്ള ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് മാറ്റ് ദ ഫോളോവിങ്സിലും അതുപോലെ തന്നെ വൺ വേർഡ് ക്വസ്റ്റ്യനിലൊക്കെ നിങ്ങൾക്ക് കാണാൻ പറ്റും. സ്ത്രീകൾക്ക് അധികാരവും ആധിപത്യം നടത്താവുന്ന കുടുംബത്തെ ഏത് കുടുംബമായിട്ടാണ് അറിയപ്പെടുന്നത്? ഏതാണ്? ആധിപത്യമാണ്. അപ്പോൾ നിങ്ങൾക്ക് അറിയാൻ പറ്റും ഏതാണ് ഓപ്ഷൻ. മാതൃമേധാവിത്വ കുടുംബം. ആധിപത്യം, മേധാവിത്വം എന്ന് ഓർത്താൽ മതി. ഓക്കെ, മേധാവിത്വം, ആധിപത്യം. ഓക്കെ, മാതൃമേധാവിത്വം. ഇനി പിതൃമേധാവിത്വം, പിതാവിന് മേധാവിത്വമുള്ളതാണ്, അല്ലേ? മാതൃസ്ഥാനീയം എന്ന് പറഞ്ഞാൽ മാതാവിലൂടെ കുടുംബം, അല്ലേ? അതായത് മാതൃസ്ഥാനീയ കുടുംബം എന്ന് പറഞ്ഞാൽ വരൻ, അത് പുതുതായിട്ട് കല്യാണം കഴിക്കുന്ന വരനും വധുവും മാതാവിൻ്റെ വീട്ടിൽ അല്ലെങ്കിൽ വധുവിൻ്റെ വീട്ടിൽ താമസിക്കുന്നതിനെയാണ് എന്ത്? മാതൃസ്ഥാനീയ കുടുംബം എന്നുള്ളത്. മാതൃമേധാവിത്വം, മാതൃസ്ഥാനീയം രണ്ടും മാറ്റമുണ്ട്. മാതൃസ്ഥാനീയം എന്ന് പറഞ്ഞാൽ കല്യാണം കഴിക്കുന്ന വരൻ വധുവും വധുവിൻ്റെ വീട്ടിൽ താമസിക്കുന്നതാണ് മാതൃസ്ഥാനീയം എന്ന് പറയുന്നു. ഓക്കെ, ഇനി മാതൃദായക ക്രമമുണ്ട്. ഓക്കെ, 3 കാര്യമാണ്: മാതൃമേധാവിത്വം, മാതൃസ്ഥാനീയം, മാതൃദായകം. അതേപോലെ തന്നെ പിതൃമേധാവിത്വം, പിതൃസ്ഥാനീയം, പിതൃദായക ക്രമം എന്നുള്ളത്. ഇനി മാതൃദായക ക്രമം എന്ന് പറഞ്ഞാൽ മാതാവിലൂടെ പാരമ്പര്യം കൈമാറ്റം ചെയ്യുന്നതിനെയാണ് മാതൃദായക കുടുംബം എന്ന് പറയുന്നു, അല്ലെങ്കിൽ മാതൃദായക കുടുംബം എന്ന് പറയുന്നു. അപ്പോൾ ഈ 3 കാര്യങ്ങളാണ് ഇതിൽ പഠിക്കാനുള്ളത്: മാതൃമേധാവിത്വം, മാതൃസ്ഥാനീയം, മാതൃദായക ക്രമം. അതേപോലെ തന്നെ പിതൃമേധാവിത്വം, പിതൃസ്ഥാനീയം, ദെൻ പിതൃദായക ക്രമം എന്നുള്ള രീതിയിൽ 3 കാര്യങ്ങൾ പഠിക്കാനുണ്ട്. കൂട്ടുകുടുംബം നിങ്ങൾക്കറിയാം, 3 തലമുറകൾ ഒരുമിച്ച് താമസിക്കുന്നതിനെയാണ് നമ്മൾ കൂട്ടുകുടുംബം എന്ന് പറയുന്നത്. അയച്ചു തരാം കേട്ടോ. ലാസ്റ്റ് എക്കണോമിക്സിൻ്റെ ക്ലാസ്സാണ് ലാസ്റ്റ് അയച്ചിട്ടുള്ളത്, ഒന്ന് വെയിറ്റ് ചെയ്യണം. ഓക്കെ, 4-മത്തത്. ഓക്കെ, 4-മത്തത് ഒന്നോ അതിലധികമോ പദവികളുമായിട്ട് ബന്ധപ്പെട്ട പങ്കുകൾ തമ്മിലുള്ള പൊരുത്തക്കേട്. ഇതേതാണ്? യെസ്, പങ്ക്. അതായത് എന്താണ് പങ്ക് സംഘടനം എന്നുള്ളത്? ഒരാൾ ഒരേ സമയം ഒന്നിലധികം പങ്ക് അല്ലെങ്കിൽ പദവികൾ ഒരുമിച്ച് വഹിക്കുന്ന, അതായത് ഒരു അമ്മയാണ്, അതേസമയത്ത് അവർ ഒരു മകളാണ്, പദവിയാണ്. അതേസമയത്ത് അവർ ജോലി ചെയ്യുന്നുണ്ടെങ്കിൽ ഒരു അധ്യാപകനോ മറ്റുള്ളവർ വേറെ എന്തെങ്കിലും ജോലി ചെയ്യുന്നുണ്ടെങ്കിൽ ആ ഒരു പദവിയും കൂടി അവർ വഹിക്കുന്നുണ്ട്. അപ്പോൾ ഏത് പദവിക്കാണ് കൂടുതൽ പ്രാധാന്യം നൽകേണ്ടത് എന്നുള്ളൊരു ഒരു പൊരുത്തക്കേട് വരുന്ന സമയത്ത് അതിനെ അറിയപ്പെടുന്ന പേരാണ് പങ്ക് സംഘടനം എന്നറിയപ്പെടുന്നത്. ഓക്കെ, എ ആണ് ആൻസർ കേട്ടോ, എ ആണ് ആൻസർ. ദെൻ പങ്ക് മാതൃകവൽക്കല്ല. ഇതിൽ ഈ 2 ക്വസ്റ്റ്യന് റിപ്പീറ്റഡ് ആയിട്ട് എന്താണ് ആരോപിത പദവി, എന്താണ് ആർജിത പദവി? നമ്മൾ വെറുതെ ആൻസർ പറഞ്ഞു പോവില്ല, നമ്മൾ ഇതും കൂടി ഓരോന്നും ചോദിച്ചിട്ടുള്ള ചോദ്യങ്ങൾ നമ്മൾ റിലേറ്റ് ചെയ്ത് പഠിക്കുകയാണ്. എന്താണ് ആരോപിത പദവി, എന്താണ് ആർജിത പദവി? പറയാൻ പറ്റുമോ? യെസ്, ഓക്കെ, അതാണ്. ഓക്കെ, അപ്പോൾ ആരോപിത പദവി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ജന്മം കൊണ്ട്, നമ്മൾ ജന്മന ഇന്ന ആളുടെ മകന് ഇന്ന ജാതിയിൽപ്പെട്ടത്
ഓക്കെ, ഇന്ന കുടുംബത്തിൽപ്പെട്ടത്, ഇതൊക്കെ ആരോപിത പദവിയാണ്. ദെൻ ആർജിത പദവി എന്ന് പറഞ്ഞാൽ നമ്മുടെ കഴിവ് കൊണ്ടും പ്രയത്നം കൊണ്ടും നേടിയെടുക്കുന്ന പദവികളാണ്. ഉദാഹരണം വിദ്യാഭ്യാസ യോഗ്യത, ദെൻ തൊഴിൽ, ഇതെല്ലാം ആർജിത പദവിയിൽ പെടുന്നതാണ്. ഇത് നോക്കുക, ഇത് സ്ഥിരമായിട്ട് ചോദിക്കുന്ന ഒരു ചോദ്യമാണ്, നമ്മുടെ ചോദ്യങ്ങളിൽ വരുന്നുണ്ട് അടുത്ത ക്വസ്റ്റ്യൻ പേപ്പറിൽ. ഇനി അടുത്തത്, താഴെ പറയുന്നവയിൽ സാമൂഹിക പ്രക്രിയയുടെ അടിസ്ഥാന രൂപമാണ് സഹകരണം എന്നുള്ളത്. ഓക്കെ, സഹകരണമാണ് സോഷ്യൽ പ്രോസസ്സിൻ്റെ അടിസ്ഥാന രൂപം. സഹകരണമാണ് സോഷ്യൽ പ്രോസസ്സ്. ഇതിൽ മത്സരം, സംഘർഷം എന്നുള്ളതൊക്കെ സോഷ്യൽ പ്രോസസ്സിൻ്റെ ഭാഗമാണ്, മത്സരം മുതൽ. പക്ഷേ അടിസ്ഥാന രൂപം എന്ന് അറിയപ്പെടുന്നത് സഹകരണമാണ്. സഹകരണമാണ് സാമൂഹ്യ പ്രക്രിയയുടെ അടിസ്ഥാന രൂപം എന്നുള്ളത്. ഇനി തൊഴിൽ വിഭജനം. ഓക്കെ, തൊഴിൽ വിഭജനം എന്ന ആശയമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളത് കാൾ മാർക്സ് അല്ല, വർഗസംഘടനയാണ്. ചാൾസ് ഡാർവിന് പരിണാമ സിദ്ധാന്തമാണ്. എമിലി ദുർഗിമാണ് ആൻസർ. അദ്ദേഹമാണ് തൊഴിൽ വിഭജനം എന്നൊരു ആശയമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്ന സോഷ്യോളജിസ്റ്റ് എന്ന് പറയപ്പെടുന്നത്. ദെൻ ഇത് ഇങ്ങനെ ഉള്ള ചോദ്യങ്ങളാണ് ഞാൻ പറഞ്ഞത്. നിങ്ങൾ ജസ്റ്റ് ഒന്ന് ഇംഗ്ലീഷിലുള്ള ചോദ്യങ്ങൾ കൂടി നിങ്ങൾ എന്ത് ചെയ്താൽ ഒന്ന് നോക്കണമെന്നുള്ളത്. ഇവിടെ കീയാള വർഗത്തിൻ്റെ പ്രദേശം മധ്യവർഗ ഉപരിവർഗ ഇടമായി പരിവർത്തനം ചെയ്യുന്നതിനെ, ആ പ്രക്രിയക്ക് പറയുന്ന പേരെന്താന്ന് ഒരു പക്ഷേ ഈ മലയാളം വായിച്ച, ഓക്കെ, ഇത് യെസ് അതാണ്, കുലീനവൽക്കരണമാണ് ആൻസർ. ഒരു മിനിറ്റ്. അപ്പോൾ ഇത് ഒരു പക്ഷേ ചിലപ്പോൾ മലയാളത്തിൽ ചിലപ്പോൾ വായിക്കുമ്പോൾ ചില കൺഫ്യൂഷൻ വന്നിട്ടുണ്ടെങ്കിൽ, കാരണം ബന്ധിത സമുദായമാണോ ഏക സമുദായവൽക്കരണമാണോ ഇവിടെ സമുദായം ഒക്കെ പറയപ്പെടുന്നത്. അപ്പോൾ ഇത് കുലീനവൽക്കരണമാണ് ആൻസർ. കുലീനവൽക്കരണം, അതായത് നമ്മൾ താഴെ തട്ടിൽ നിന്ന് മുകളിലേക്ക് പോകുന്ന ഉപരിവർഗമായിട്ട് പരിവർത്തനം ചെയ്യുന്ന സമയത്ത് നമ്മുടെ നിലവിലുള്ള സ്ഥിതിയിൽ ഒരു മാറ്റം വന്നിട്ടുണ്ട്. നിലവിലുള്ള സ്ഥിതിയിൽ നിന്നൊരു ആ ഒരു മാറ്റത്തെയാണ് കുലീനവൽക്കരണം എന്ന് പറയപ്പെടുന്നത്. ഓക്കെ, ജെൻട്രിഫിക്കേഷൻ, ഇംഗ്ലീഷിൽ പറയുക ജെൻട്രിഫിക്കേഷൻ എന്നാണ് പറയുന്നത്. ഓക്കെ, അപ്പോൾ ജെൻട്രിഫിക്കേഷനാണ് ഇതിൻ്റെ ആൻസർ. അപ്പോൾ നോക്കുക, നിങ്ങൾ ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് മലയാളം നിങ്ങൾക്ക് വായിച്ചിട്ട് മനസ്സിലാവുന്നില്ലെങ്കിൽ അപ്പുറത്ത് ഇംഗ്ലീഷ് ഉണ്ടാവും. 1-2 തവണ വായിച്ചാൽ അത് നിങ്ങൾക്ക് മനസ്സിലാവും. ആ രീതിയിൽ ക്വസ്റ്റ്യൻ ആൻസർ ചെയ്യുക. ദെൻ മലയാളം ഈ വാക്കൊക്കെ വായിക്കുന്ന സമയത്ത് ചിലപ്പോൾ അറിയാത്തതാണ് എന്ന് കരുതിയിട്ട് ഉപേക്ഷിച്ച് പോകരുത്. അപ്പുറത്ത് ഇംഗ്ലീഷ് ഉണ്ട്, അത് നിങ്ങൾക്ക് ഉപകാരപ്പെടുമെന്നുള്ളതാണ്. ദെൻ പ്രശസ്തമായിട്ടുള്ള സ്ട്രീറ്റ് കോർണർ സൊസൈറ്റി എന്ന പുസ്തകം എഴുതിയിട്ടുള്ളത്. ദെൻ ഇതിൽ നിങ്ങൾക്ക് അറിയുന്നത് എസ്.സി. ദുബെ, അതുപോലെ തന്നെ ലൂയിസ് ഡുമൻറ്റ്, ഇവരൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഇതിൽ ആൻസർ വില്യം ഫൂട്ട് വൈറ്റ് ആണ് ദ സ്ട്രീറ്റ് കോർണർ സൊസൈറ്റി എന്നുള്ള പുസ്തകം. ദെൻ ഇത് 9ാമത്തെ പാഠത്തിലാണ് നമ്മൾ വെസ്റ്റേൺ സോഷ്യോളജിസ്റ്റ് എന്നുള്ള പാഠം. ആ പാഠത്തിൽ എന്ത് ചെയ്തിട്ടുണ്ട്, ഇവരെ കുറിച്ച് വെസ്റ്റേൺ സോഷ്യോളജിസ്റ്റും അവരുടെ പുസ്തകങ്ങളൊക്കെ പറയപ്പെടുന്നുണ്ട്. ദെൻ ഇന്ത്യയിലെ സ്ഥാപനവൽക്കരിക്കപ്പെട്ട സാമൂഹ്യ ശാസ്ത്രജ്ഞർ, ഇത് 10ാമത്തെ ചാപ്റ്റർ എന്നാണ്. 10ാമത്തെ ചാപ്റ്ററിൽ കുറേ ഇന്ത്യൻ സോഷ്യോളജിസ്റ്റ്, എം.എൻ. ശ്രീനിവാസൻ, A.R. ദേശായി, ദെൻ G.S. ഗുരെ, D.P. മുഖർജി, ഇവരെക്കുറിച്ചൊക്കെ പഠിക്കുന്നുണ്ട്. 10ാമത്തെ പാഠത്തിലാണ്. ഇതിൽ നിന്ന് മാച്ച് ദ ഫോളോയിങ്സ് വരും. ഇതുപോലെ തന്നെ ഓൺ വേർഡ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് വരും. കഴിഞ്ഞ 2024 മാച്ച് ദ ഫോളോയിങ്സിലൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ ഇത് G.S. ഗുരെയാണ് ആൻസർ. ദെൻ ഇത് മനുഷ്യനിർമ്മിത പരിസ്ഥിതി ദുരന്തത്തിന് ഉദാഹരണം നിങ്ങൾക്ക് നമ്മൾ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ട്. ഏതാണ് ഉദാഹരണം എന്നുള്ളത്? അപകടങ്ങൾ അല്ലേ, ഈ ആക്സിഡൻറ്റുകൾ മനുഷ്യനിർമ്മിതമാണ്. നമ്മളതിൽ ഏറ്റവും നല്ലൊരു ആപ്റ്റ് ആയിട്ടുള്ള ഭോപ്പാൽ ഗ്യാസ് ട്രാജഡി പറയുന്നുണ്ട്, ഭോപ്പാൽ ദുരന്തം പറയുന്നുണ്ട്. ആക്സിഡൻറ്റുകൾ, അതായത് റോഡ് മറ്റുള്ള കെട്ടിട ദുരന്തങ്ങളൊക്കെ എന്താണ് മനുഷ്യനിർമ്മിത ദുരന്തത്തിന് ഉദാഹരണമാണ്. ദെൻ ഭോപ്പാൽ ട്രാജഡി ഏറ്റവും നല്ല ഉദാഹരണമായിട്ട് നിങ്ങൾക്ക് എഴുതാൻ പറ്റുന്നത് ഭോപ്പാൽ. ഇതും ശരിയായിട്ടുള്ള ഉത്തരമാണ്, ഭോപ്പാൽ ദുരന്തം. പ്രകൃതി ദുരന്തങ്ങൾ നമുക്ക് സുനാമി, വെള്ളപ്പൊക്കം, ഈ കാര്യങ്ങളൊക്കെ പ്രകൃതി ദുരന്തം, അത് നാച്ചുറൽ മെയ്ഡ് ആയിട്ടുള്ള ഡിസാസ്റ്ററാണ്. ഓക്കെ, ദെൻ ഇതായിരുന്നു 10 ക്വസ്റ്റ്യന്. ഇതിൽ 9 ക്വസ്റ്റ്യനും നിങ്ങൾക്ക് എഴുതാൻ പറ്റുന്നതാണ്, ഒന്ന് ആലോചിച്ചാൽ മതി. ദെൻ ഈ വർഷത്തെ 2025 മാച്ച് ദ ഫോളോയിങ് ക്വസ്റ്റ്യൻസ് ഇവിടെ ഉണ്ട്. ഇവിടെയും മാച്ച് ദ ഫോളോയിങ്സ് ചില ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ഇംഗ്ലീഷ് നോക്കാം. ഇതിൽ അറിയുന്ന ആദ്യം ചെയ്താൽ നിങ്ങൾക്ക് ആൻസർ കിട്ടും.
ഓക്കെ, അല്ലാതെ 1/1 ആയിട്ട് വീണ്ടും ചെയ്യണമെന്ന് വിചാരിക്കരുത്. അറിയുന്നത് ഇനിയിപ്പോൾ ജ്ഞാനോദയമാണ് നിങ്ങൾക്ക് അറിയുന്നതെങ്കിൽ അത് റിലേറ്റ് ചെയ്യുക. അപ്പോൾ ആദ്യം എ സൈഡ് വായിക്കുക, പിന്നെ ബി സൈഡ് വായിക്കുക, എന്നിട്ട് അറിയുന്ന റിലേറ്റ് ചെയ്ത് പോവുക. ഓക്കെ, ദെൻ ആദ്യം നിങ്ങൾക്ക് അറിയുന്നത് ഇപ്പോൾ ഫ്രഞ്ച് വിപ്ലവം അറിയുന്നതെങ്കിൽ ഫ്രഞ്ച് വിപ്ലവത്തിലാണ് നമുക്കറിയാം സ്വാതന്ത്ര്യം, സമത്വം, സാഹോദര്യം എന്നുള്ള ഈ ആശയം ഉയർന്നു വന്നിട്ടുള്ളത് ഫ്രഞ്ച് വിപ്ലവത്തിൽ. ഇനി അറിയുന്ന ഏതെങ്കിലും ഉണ്ടോ? കാൾ മാക്സ് അന്യവൽക്കരണം. ഗുഡ്. കാൾ മാക്സിൻ്റെ ആണ് അന്യവൽക്കരണം. നമ്മുടെ തൊഴിൽ അല്ലെ സാങ്കേതികവിദ്യ വരുന്ന സമയത്ത് തൊഴിലാളികൾക്ക് തൊഴിലിൻ്റെ മേലുള്ള ആധിപത്യം നഷ്ടപ്പെടുന്നതിനെയാണ് അന്യവൽക്കരണം എന്ന് പറയപ്പെടുന്നത്. ഓക്കെ, മാക്സ് വെബർ ഉദ്യോഗസ്ഥ വൃന്ദം. ഓക്കെ, ഉദ്യോഗസ്ഥ ഈ പദവി എന്നുള്ള ഇതും മാക്സ് വെബറിൻ്റെ സിദ്ധാന്തമാണ് കേട്ടോ, പദവികൾ. ഓക്കെ, പദവി എന്നുള്ളതും മാക്സ് വെബറിൻ്റെ ആണ്, ഞാൻ പറഞ്ഞാണ്. ഇനി എമിലി ദുർക്കിമുണ്ട്, അതുപോലെ തന്നെ ജ്ഞാനോദയമുണ്ട്. അപ്പം ജ്ഞാനോദയം നമ്മൾ പഠിച്ചാണ്. ഓക്കെ, ജ്ഞാനോദയം യുക്തിപരമായിട്ടുള്ള ചിന്തയാണ്. സോഷ്യോളജിയുടെ വളർച്ചയ്ക്ക് കാരണമായിട്ടുള്ള 3 വിപ്ലവങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അതിൽ ഒന്നാമത്തെ വിപ്ലവമാണ് ജ്ഞാനോദയം അഥവാ ശാസ്ത്രീയമായിട്ടുള്ള വിപ്ലവം എന്നറിയപ്പെടുന്നത്. രണ്ടാമത്തെ ഫ്രഞ്ച് റവല്യൂഷൻ, മൂന്നാമത്തെ ഇൻഡസ്ട്രിയൽ റവല്യൂഷൻ. ഇത് നമ്മളെ 8ാമത്തെ ചാപ്റ്ററിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട്. സോഷ്യോളജിയുടെ വളർച്ചയ്ക്ക് കാരണമായിട്ടുള്ള 3 വിപ്ലവങ്ങൾ. ഒന്ന് ശാസ്ത്ര വിപ്ലവം, അതാണ് ജ്ഞാനോദയം, അത് യുക്തിപരമായിട്ടുള്ള ചിന്തയാണ്. രണ്ടാമത്തെ ഫ്രഞ്ച് റവല്യൂഷനാണ്. മൂന്നാമത്തെ ഇൻഡസ്ട്രിയൽ റവല്യൂഷനാണ്. ദെൻ എമിലി ദുർക്കിമിൻ്റെ ഇതാണ് ആത്മഹത്യ എന്നുള്ളത്. ഓക്കെ, സൂയിസൈഡ് എന്നുള്ളത് എമിലി ദുർക്കിമിൻ്റെ ആണ്. അപ്പോൾ ഇതിങ്ങനെ നോക്കുക. അറിയുന്ന ചെയ്താൽ നിങ്ങൾക്ക് കൺഫ്യൂഷൻ ഇല്ലാതെ ചെയ്യാൻ പറ്റും. അറിയുന്നത് ചെയ്താൽ ഓരോന്ന് കുരുക്കഴിഞ്ഞ് വരുന്നത് പോലെ ഇത് കുരുക്കഴിഞ്ഞു. ഇതായിരുന്നു 2025 ക്വസ്റ്റ്യൻ പേപ്പറിലെ 1 വേർഡ് മാച്ച് ദ ഫോളോയിങ്സ്. ഇതേപോലെ 2024 ഇതേപോലത്തെ ക്വസ്റ്റ്യൻ പേപ്പർ നോക്കാം. ഇതിലും നിങ്ങൾക്ക് അതുകൊണ്ട് സാമൂഹ്യ ശാസ്ത്രം, ഫസ്റ്റ് ഞാൻ നേരത്തെ പറഞ്ഞ സാമൂഹ്യ ശാസ്ത്ര സങ്കല്പം എല്ലാ ക്വസ്റ്റ്യൻ പേപ്പറിലും നിങ്ങൾക്ക് കാണാൻ പറ്റും. സാമൂഹ്യശാസ്ത്ര സങ്കല്പം എന്ന ആശയം അവതരിപ്പിച്ചത് ആരാണെന്ന് ചോദിക്കും, അല്ലെങ്കിൽ എന്താണ് സാമൂഹ്യശാസ്ത്ര സങ്കല്പം എന്നുള്ളത്. ഓക്കെ, അത് ആരാണ്? സാമൂഹ്യശാസ്ത്ര സങ്കല്പം സി റൈറ്റ് മിൽസ് ആണ്. കാൾ മാക്സോ മാക്സ് വെബറോ എമിലി ദുർക്കിം അല്ല. കാൾ മാക്സ് വർഗ സംഘടന, മാക്സ് വെബർ പദവി, അതുപോലെ തന്നെ ഉദ്യോഗസ്ഥ വൃന്ദം, ഇതൊക്കെയാണ്. എമിലി ദുർക്കിമിൻ ജൈവിക ഐക്യം, യാന്ത്രിക ഐക്യം എന്നുള്ളതൊക്കെ എമിലി ദുർക്കിം ഇവരൊക്കെ പറയുന്നതാണ്. ദെൻ രണ്ടാമത്തെ നിങ്ങൾ നോക്ക്. ഒരേ പ്രായത്തിലുള്ള ഒരു സംഘം ആളുകളെ ഡാഷ് എന്ന് വിളിക്കുന്നു. ഓക്കെ, നമ്മൾ ഇത് നമ്മുടെ മെറ്റീരിയലും അതുപോലെ തന്നെ നമ്മുടെ ടെക്സ്റ്റ് ബുക്കിലും സമപ്രായക്കാരുടെ സംഘം ഒക്കെ ആയിരിക്കും. സമസംഘം എന്നാണ് നമ്മുടെ ക്വസ്റ്റ്യനിൽ വന്നിട്ടുള്ളത്. അപ്പോൾ നോക്കുക, പ്രാഥമിക സംഘം എന്ന് പറഞ്ഞാൽ ഫേസ് ടു ഫേസ് റിലേഷൻഷിപ്പ് ഉള്ളതിനെയാണ് നമ്മൾ പ്രാഥമിക സംഘം എന്നൊക്കെ പറയപ്പെടുന്നത്. ദ്വിതീയ സംഘം അത്ര വലിയ അടുപ്പമൊന്നും ഇല്ലാത്തതിനെയാണ് ദ്വിതീയ സംഘം എന്നൊക്കെ പറയുന്നത്. ദെൻ അപ്പോൾ അത് നോക്കുക, ഇംഗ്ലീഷും കൂടി നോക്കുക, ബുദ്ധിമുട്ടുള്ള വാക്കുകൾ. ദെൻ സംഘടനാവാദ വീക്ഷണമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളത്. സംഘടനാവാദം, ക്ലാസ് കോൺഫ്ലിക്റ്റ്, മാക്സ് വെബ്, കാൾ മാക്സ് അല്ലേ? കാൾ മാക്സ് ആണ് ആൻസർ, മാക്സ് വെബർ അല്ല. ഓക്കെ, ദെൻ 4ാമത്തെ ചോദ്യം വളരെ സിമ്പിളായിട്ടുള്ള ചോദ്യമായിരുന്നു. വിവാഹത്തിലൂടെ രക്തബന്ധത്തിലൂടെയും വ്യക്തികൾ തമ്മിലുണ്ടാകുന്ന ബന്ധത്തെയാണ് ഏതാണ്? ബന്ധുത്വം അല്ലേ? ബന്ധുത്വം 2 തരത്തിലുണ്ട്. വൈവാഹിക ബന്ധുത്വമുണ്ട്, രക്തബന്ധത്വമുണ്ട് അല്ലേ? രക്തബന്ധമുണ്ട്, വൈവാഹിക ബന്ധത്വമുണ്ട് എന്നുള്ളതാണ്. ഓക്കെ, ഇപ്പോൾ പദവി, പങ്ക്, സംസ്കാരമൊന്നും അതല്ല, സിമ്പിളായിട്ടുള്ള ചോദ്യങ്ങളാണ്. ഇന്ത്യൻ സോഷ്യോളജിക്കൽ സൊസൈറ്റിയുടെ സ്ഥാപകൻ, ഇത് വെസ്റ്റേൺ നമ്മുടെ ഇന്ത്യൻ സോഷ്യോളജിസ്റ്റ്, അതിൽ അവരുടെ പുസ്തകം, അവരുടെ ആ കോൺട്രിബ്യൂഷൻ നിങ്ങൾ നിർബന്ധമായിട്ട് നോക്കണം. ഇത് MN ശ്രീനിവാസൻ അല്ല, DP മുഖർജി അല്ല, GS ഗുരയാണ് ആൻസർ. ഓക്കെ, ഇന്ത്യൻ സോഷ്യോളജിസ്റ്റാണ്. കാൾ മാക്സിനെ ഒഴിവാക്കാം. MN ശ്രീനിവാസനല്ല. MN ശ്രീനിവാസനൊക്കെ പുതുതായിട്ടുള്ള ആളാണ്. ഇത് സോഷ്യോളജി ആദ്യമായിട്ട് ഇന്ത്യയിൽ സ്ഥാപിക്കുന്നതിന് ഇതായിട്ടുള്ള ആൾക്കാരാണ് GS ഗുരെ എന്നുള്ള ആൾക്കാർ. ദെൻ സമൂഹത്തിലെ ഗ്രൂപ്പുകൾക്കിടയിൽ ഘടനാപരമായിട്ടുള്ള അസമത്വത്തെയാണ് എന്താ സാമൂഹ്യ വ്യവസ്ഥ? യെസ്, സമൂഹത്തിലെ ഗ്രൂപ്പുകൾക്കിടയിലുള്ള ഘടനാപരമായിട്ടുള്ള അസമത്വമാണ് സാമൂഹ്യ ശ്രേണികൾ. വ്യക്തികളെ പല തട്ടുകളായിട്ട് തരംതിരിക്കുന്നതിനെയാണ് സാമൂഹ്യ ശ്രേണികൾ. ഇതിൻ്റെ അടിസ്ഥാനം ഘടനാപരമായിട്ടുള്ള അടിസ്ഥാനം. സാമൂഹ്യ ശ്രേണീകരണത്തിൻ്റെ അടിസ്ഥാനം എന്നറിയപ്പെടുന്നത് ഘടനാപരമായിട്ടുള്ള അസമത്വമാണ് എന്നുള്ളത്. സാമൂഹ്യ ശ്രേണീകരണമാണ് ആൻസർ. സിമ്പിളായിട്ടുള്ള ക്വസ്റ്റ്യനാണ്, ഓർത്തു വെക്കുക. ദെൻ നമ്മുടെ
അഞ്ചാമത്തെ ആറാമത്തെ പാഠത്തു നിന്നാണ് ഗവേഷണവുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളത് അല്ലേ. ഇത് നമ്മൾ എക്കണോമിക്സിലും പഠിച്ചിട്ടുള്ളതാണ്. ഗവേഷണത്തിൻ്റെ വിവരങ്ങൾ ശേഖരിക്കുന്നതിന് ഒന്നിലധികം രീതി ഉപയോഗിക്കുന്നതിനെയാണ് സ്വയം പ്രതിഫലനം ത്രികോണം, അതായത് പല വീക്ഷണകോണം അല്ലേ, ഒന്നിലധികം ആംഗിളുകളിൽ നിന്ന് നമ്മൾ കാണുന്നതിനാണ്, അതാണ് ഇതിനാണ് ത്രികോണമാപനം. അതായത് ഒരു സൈഡിൽ നിന്ന് മാത്രമല്ല, രണ്ട് സൈഡിൽ നിന്ന്, പല സൈഡിൽ നിന്ന് നമ്മൾ വീക്ഷിക്കുന്നതിനെയാണ് ത്രികോണമാപനം എന്ന് പറയുന്നത്. അതായത് ഗവേഷണത്തിന് വിവരങ്ങൾ ശേഖരിക്കുന്നതിന് ഒന്നിലധികം രീതികൾ ഉപയോഗപ്പെടുത്തുന്നതിനെയാണ് ദെൻ വംശീയ കേന്ദ്രോത്മുഖതയ്ക്ക് നേർവിപരീതമാണ് എത്നോസെൻട്രിസമാണ്. യെസ്, ഇതിൻ്റെ മലയാളം വംശീയ കേന്ദ്രോത്മുഖത എന്ന് പറഞ്ഞാൽ എന്താണ്? എത്നോസെൻട്രിസമാണ്. എത്നോസെൻട്രിസം, വംശം എന്ന് പറഞ്ഞാൽ എത്നിക്കാണ്. ദെൻ കേന്ദ്രം എന്നുള്ളത് സെൻറ്ററാണ് അല്ലേ. എത്നോസെൻട്രിസത്തിൻ്റെ നേരെ ഓപ്പോസിറ്റാണ് സാർവജനീയത അഥവാ കോസ്മോപൊളിറ്റിയൻ എന്ന് പറയപ്പെടുന്നു. സാർവജനീയതയാണ് ആൻസർ. ഇത് രണ്ട് തവണ റിപ്പീറ്റായിട്ട് വന്നിട്ടുണ്ട്. നമുക്ക് നോക്കാം വംശീയ സാർവജനീയത. ദെൻ അടുത്തത് 9ാമത്, ഭൗതിക സംസ്കാരത്തെ അപേക്ഷിച്ച് ഭൗതികേതര സംസ്കാരം പിന്നോക്കം പോകുന്ന അവസ്ഥയാണ്. ഭൗതിക സംസ്കാരത്തെ അപേക്ഷിച്ച് ഇത് ഇങ്ങനെ തന്നെ നമ്മുടെ മെറ്റീരിയലുണ്ട്. ഓക്കെ, ഇങ്ങനെ തന്നെ നമ്മൾ ഈ വാക്ക് അതുപോലെ തന്നെ ഭൗതിക സംസ്കാരത്തെ അപേക്ഷിച്ച് ഭൗതികേതര സംസ്കാരം പിന്നോക്കം പോകുന്ന അവസ്ഥയാണ്. ഉപസംസ്കാരമല്ല, വഴക്കങ്ങളല്ല, നിയമങ്ങളല്ല. ദെൻ സഹകരണത്തിന് 2 തരങ്ങളുണ്ട്, സ്വമേധയാലുള്ളതും ബാക്കി അതിൽ നിന്ന് നമ്മൾ സ്വമേധയാ സഹകരിക്കുന്നതും. രണ്ടാമത് നമ്മൾ സിമ്പിളായിട്ട് നിങ്ങൾക്ക് ആലോചിച്ചാലേ അറിയും, നിർബന്ധിതമായിട്ടുള്ള സഹകരണം. ഓക്കെ, നമ്മൾ രാഷ്ട്രത്തിൻ്റെ നിയമങ്ങൾ നമ്മൾ സഹകരിക്കുകയാണെങ്കിൽ സ്വമേധയാ സഹകരിക്കുന്നതുണ്ടാവും, അതേപോലെ തന്നെ നിർബന്ധിച്ച് നമ്മളെ കൊണ്ട് എന്ത് ചെയ്യാവുന്നുണ്ടാവും, സഹകരിപ്പിക്കുന്നുണ്ടാവും. അപ്പോൾ സഹകരണത്തിൻ്റെ തരങ്ങൾ ഒന്ന് സ്വമേധയാ നമ്മളെന്ത് ചെയ്യുന്നു, സഹകരിക്കുന്നു, നിർബന്ധിതമായിട്ട് സഹകരിക്കും. ദെൻ ഇതാണ് നമ്മുടെ ചേരുംപടി. ഇതുകൊണ്ടാണ് നമ്മുടെ ലാസ്റ്റ് 10ാമത്തെ ചാപ്റ്റർ നന്നായിട്ട് നോക്കണമെന്ന് പറയുന്നത്. മാറ്റ് ഫോളോയിങ്സ് ആണ്, 5 മാർക്കാണ് വരുന്നത്. അറിയുന്നത് ചെയ്താലേ ആൻസറായി. ഓക്കെ, അറിയുന്നത് ചെയ്തു നോക്കിയാൽ ആൻസറായി. എം എൻ ശ്രീനിവാസ് ഗ്രാമപഠനം. ഓക്കെ, ഗുഡ്. ഇനി പല ബുക്കാണ്, ജാതിയും വംശം, മാൻ ഇൻ ഇന്ത്യ, സജീവ പാരമ്പര്യം എന്നുള്ളത്. അപ്പോൾ ഇത് ശരത്ചന്ദ്ര റോയ് മാൻ ഇൻ ഇന്ത്യ. ദെൻ അപ്പോൾ അനന്ത കൃഷ്ണ അയ്യർ എത്നോഗ്രാഫിക് സർവേ നമുക്ക് നോക്കാം. ദെൻ GS കുര്യൻ, DP മുഖർജി. നോക്കാം. അപ്പോൾ നമുക്ക് നോക്കട്ടോ, ഇത് ഒരു ചെറിയ അതായത് ഇത് നോക്കൂ. ഓക്കെ, എത്നോഗ്രാഫിക് സർവേ, അതായത് നമ്മൾ നേരത്തെ പറഞ്ഞ എത്നോഗ്രാഫിക് സർവേ അനന്തകൃഷ്ണ അയ്യരാണ്. ഇവിടെ അതിൻ്റെ ഒരു എക്സ്പ്ലനേഷന് പറയപ്പെടുന്നുണ്ട്. ഈസ് വൈഡ്ലി സെലിബ്രേറ്റഡ് സ്പാനിയൻ ആന്ത്രോപോളജിക്കൽ വർക്ക് കണ്ടക്ടിങ് കോംപ്രിഹെൻസീവ് എത്നോഗ്രാഫിക് സർവേ കൊച്ചിൻ ആൻഡ് മൈസൂർ. ഇത് നോക്കണം കേട്ടോ, ടെക്സ്റ്റിൽ പറയുന്നത്. അപ്പോൾ ഈ കൊച്ചിൻ ആൻഡ് മൈസൂർ ഏരിയയിൽ എത്നോഗ്രാഫിക് ആയിട്ടുള്ള വംശീയ പഠനം നടത്തിയിട്ടുള്ള ആളാണ് LK അനന്തകൃഷ്ണ അയ്യർ എന്നുള്ളത്. ദെൻ ശരത്ചന്ദ്ര റോയ് ആണ് മാൻ ഇൻ ഇന്ത്യ. നേരത്തെ പറഞ്ഞ് മാൻ ഇൻ ഇന്ത്യ ശരത്ചന്ദ്ര റോയ് ആണ്. ദെൻ GS കുര്യൻ, അതിൽ ശരത്ചന്ദ്ര 1921 അദ്ദേഹം മാൻ ഇൻ ഇന്ത്യ ഫൗണ്ടേഷൻ തുടങ്ങിയത്. ഓക്കെ, ഇന്ത്യയിലെ ആന്ത്രോപോളജിസ്റ്റാണ്, സോഷ്യോളജിസ്റ്റ്, ആന്ത്രോപോളജിസ്റ്റ്, നരവംശ ശാസ്ത്രജ്ഞനാണ് അദ്ദേഹം. ഓക്കെ, ആദ്യമായിട്ട് തുടങ്ങിയിട്ടുള്ള ജേണൽ 1921 മാൻ ഇൻ ഇന്ത്യ എന്നുള്ള ജേണൽ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ദെൻ GS കുര്യൻ കാസ്റ്റ് ആൻഡ് റേസ് ആണ്. GS കുര്യൻ്റെ ആണ് കാസ്റ്റ് ആൻഡ് റേസ്. GS കുര്യൻ കാസ്റ്റ് ആൻഡ്, ജാതിയും വംശം എന്നുള്ളത് അദ്ദേഹത്തിനാണ്. MN ശ്രീനിവാസനെ നമ്മൾ പറഞ്ഞു അല്ലേ, ഗ്രാമപഠനമാണ്. DP മുഖർജി സജീവ പാരമ്പര്യം. ഇതാണുള്ളത്. ഇതിലെ എക്സ്പ്ലനേഷൻ വേണ്ടത് GS കുര്യൻ. ഓക്കെ, അദ്ദേഹം അത് പബ്ലിഷ് ചെയ്തിട്ടുള്ളത് 1932. DP മുഖർജി ലിവിങ് ട്രഡീഷനാണ്. ദ ലിവിങ് ട്രഡീഷൻ എന്നുള്ള ഒരു അദ്ദേഹം ഒരു മാർക്സിസ്റ്റ് സോഷ്യോളജിസ്റ്റാണ്. അത് നമ്മുടെ മെറ്റീരിയൽ പറയുന്നുണ്ട്, അദ്ദേഹം ഒരു മാർക്സിസ്റ്റ് സോഷ്യോളജി. ദെൻ
ഇദ്ദേഹം അതായത് വില്ലേജ് സ്റ്റഡി നടത്തിയിട്ടുള്ളത്. അദ്ദേഹത്തിൻ്റെ പുസ്തകം തന്നെ ദ റിമംബേർഡ് വില്ലേജ് എന്നുള്ളൊരു പുസ്തകമുണ്ട് എം എൻ ശ്രീനിവാസൻ്റെ പഠനങ്ങൾ, വേറെ പഠനങ്ങൾ നമ്മൾ സാൻസ്ക്രിറ്റൈസേഷൻ പഠിച്ചു, ദെൻ വെസ്റ്റേണൈസേഷൻ പഠിച്ചു, ഡോമിനൻ്റ് കാസ്റ്റ്, ഇതെല്ലാം എം എൻ ശ്രീനിവാസൻ. സാൻസ്ക്രിറ്റൈസേഷന്, ദെൻ വെസ്റ്റേണൈസേഷന്, ദെൻ അതുപോലെ തന്നെ ഡോമിനൻ്റ് കാസ്റ്റ്, ഓക്കെ, പ്രബല ജാതി, പാശ്ചാത്യവൽക്കരണം, ദെൻ സംസ്കൃതവൽക്കരണം, ഈ തിയറിയുടെയൊക്കെ വിജ്ഞാതാവ്. ദെൻ ഇദ്ദേഹമാണ് സൗത്ത് ഇന്ത്യയിലെ കുറുക് വിഭാഗങ്ങൾ ഇത്തരത്തിലുള്ള ഈ ഒരു സാൻസ്ക്രിറ്റൈസേഷൻ എന്നുള്ള ഒരു തിയറി ഇദ്ദേഹം കണ്ടുപിടിച്ചിട്ടുള്ളത്. കുറുക് വില്ലേജിലെ കുറുക് ഗ്രാമത്തിലെ ജനങ്ങൾ സാൻസ്ക്രിറ്റൈസേഷൻ അഥവാ താഴെ നിന്ന് ഉയർന്ന ജാതിയിലേക്ക് പരിവർത്തനം ചെയ്യപ്പെടുന്നുണ്ട് എന്നുള്ളതാണ് പറയപ്പെടുന്നത്. ദെൻ ഇത് 2026 നമ്മുടെ റെഗുലർ വിദ്യാർത്ഥിയുടെ ക്വസ്റ്റ്യൻ പേപ്പറാണ്. അവരുടെയും നമ്മുടെയും വലിയ മാറ്റമൊന്നുമില്ല. സിലബസ് സെയിമാണ്, നമ്മുടെ ടെക്സ്റ്റ് ബുക്ക് ഓൾമോസ്റ്റ് സെയിമാണ്. ദെൻ ക്വസ്റ്റ്യൻ പേപ്പറും സെയിം തന്നെയാണ്. നിങ്ങൾക്ക് നോക്കാം അല്ലേ. സാമൂഹ്യ വീണ്ടും അതേ ചോദ്യം, ഫസ്റ്റത്തെ ചോദ്യം ഇവർ ഇത് തന്നെയാണ് ചോദിക്കുന്നത്. സാമൂഹ്യശാസ്ത്ര സങ്കല്പം എന്ന ആശയം മുന്നോട്ട് വെച്ചിട്ടുള്ളത് ആരാണ്? ഓക്കെ, ആരാണ്? CW മിൽസ്, റൈറ്റ് മിൽസ്, അല്ലെങ്കിൽ CW മിൽസ്. ഓക്കെ, CW മിൽസ്, റൈറ്റ് മിൽസ്, രണ്ടാളും ഒന്ന് തന്നെയാണ്. ഓക്കെ, ജനനത്തിലൂടെ ലഭിക്കുന്ന പദവിയാണ് പദവി അല്ലേ, ആരോപിത പദവി. അതാണ് നമ്മൾ ജന്മം കൊണ്ട് ലഭിക്കുന്ന പദവി. ഇന്ന ആളുടെ മകൻ, ഇന്ന മതം, ഇന്ന ജാതി എന്നുള്ളതൊക്കെയാണ് ജന്മം കൊണ്ട് ലഭിക്കുന്നത്. ആ ജന്മം കൊണ്ട് ലഭിക്കുന്ന പദവിയെ പറയപ്പെടുന്ന പേരാണ് ആരോപിത പദവി. അതിന് നേരെ ഓപ്പോസിറ്റ് ആർജിത പദവിയാണ്. അത് നമ്മുടെ കഴിവ് കൊണ്ട് നേടിയെടുക്കുന്നതാണ്. ദെൻ രക്തബന്ധത്തിലൂടെയുള്ള ബന്ധുത്വത്തെ എന്താ പറയുക? അല്ലേ, രക്തബന്ധം. അത് രക്തബന്ധത്തിലൂടെ സ്വഗോത്ര ബന്ധം അല്ലെങ്കിൽ ബന്ധുത്വം തന്നെ. രക്തബന്ധം എന്ന് എഴുതിയാൽ തന്നെ നമ്മുടെ ഇതിൻ്റെ ആൻസർ കീയിൽ ബ്ലഡ് റിലേഷൻസ് അല്ലെങ്കിൽ രക്തബന്ധം എന്നുള്ള രീതിയിൽ തന്നെയാണ് പറഞ്ഞിട്ടുള്ളത്, സ്വഗോത്ര ബന്ധുത്വം എന്നുള്ളത്. ദെൻ ഗോൾഡൻ ബോ എന്നുള്ള പുസ്തകം എഴുതിയിട്ടുള്ളത് നോക്കണം, വെസ്റ്റേൺ സോഷ്യോളജിസ്റ്റാണ് ജെയിംസ് ഫ്രേസറാണ് എഴുതിയിട്ടുള്ളത്. ജെയിംസ് ഫ്രേസറിൻ്റെ പുസ്തകമാണ് ഗോൾഡൻ ബോ എന്നുള്ള പുസ്തകം. ഓർത്തു വെക്കുക, വെസ്റ്റേൺ സോഷ്യോളജിസ്റ്റിനെയും ഇന്ത്യൻ സോഷ്യോളജിസ്റ്റ് ആ പാഠം നന്നായിട്ട് നോക്കണം. മാച്ച് ദ ഫോളോവിങ്സ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് വരും. അപ്പോൾ നിലവിലുള്ള ഇത് വീണ്ടും നമ്മുടെ 5ാമത്തെ ആ പാഠത്തു നിന്ന് പ്രൊജക്റ്റുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഓക്കെ, നിലവിലുള്ള ഡാറ്റയെ ആശ്രയിച്ചുകൊണ്ട് പഠിക്കുന്ന പഠന രീതി. യെസ്, ഇത് നമ്മൾ എക്കണോമിക്സിൽ പഠിക്കുന്നതാണ്. അതായത് പ്രൈമറി ഡാറ്റ നമുക്കറിയാം, നമ്മൾ നേരിട്ട് പോയിട്ട് ഇൻ്റർവ്യൂ നടത്തിയിട്ടോ അല്ലെങ്കിൽ പോസ്റ്റലിൽ ക്വസ്റ്റ്യൻ അയച്ചിട്ടോ ടെലഫോണിൽ നമ്മൾ വിവരങ്ങൾ ആരാഞ്ഞിട്ടോ നമ്മൾ വിവരങ്ങൾ അല്ലെങ്കിൽ പഠനം രീതി അല്ലെങ്കിൽ വിവരങ്ങൾ ശേഖരിക്കുന്ന പഠന രീതിയാണ് പ്രാഥമിക രീതി എന്നുള്ളത്. ഇത് മറ്റൊരാൾ അഥവാ നിലവിലുള്ള ഡാറ്റയെ ആശ്രയിച്ച് നമ്മൾ പഠനം നടത്തുന്നതിനെയാണ് എന്ത് ചെയ്യുന്നത്? ദ്വിതീയ രീതി. വേറൊരാൾ പഠനത്തിന് വിധേയമാക്കിയിട്ടുള്ള ഡാറ്റ നമ്മുടെ പഠനത്തിന് വേണ്ടിയിട്ട് നമ്മൾ കൊണ്ടുവരുന്നതിനെയാണ് ദ്വിതീയ രീതി എന്ന് പറയപ്പെടുന്നത്. ദെൻ താല്പര്യങ്ങളുടെ സംഘർഷത്തെ താല്പര്യങ്ങളുടെ സംഘർഷത്തെയാണ് എന്ത് പറയുന്നത്? സംഘർഷത്തെയാണ് നമ്മൾ സംഘട്ടനം എന്ന് പറയുന്നു. ഓക്കെ, സംഘട്ടനം എന്ന് പറയപ്പെടുന്നത്. അതായത് നമ്മുടെ താല്പര്യങ്ങൾ സംരക്ഷിക്കുന്നതിന് വേണ്ടിയിട്ട് മറ്റുള്ളവരായിട്ട് ആദ്യം സഹകരണമായിരിക്കും, പിന്നെ കോമ്പറ്റീഷൻ ആയിരിക്കും, പിന്നെ കോൺഫ്ലിക്റ്റ് ആയിരിക്കും. 3 രീതിയാണ്. ആദ്യം കോഓപ്പറേഷൻ, പിന്നെ കോമ്പറ്റീഷൻ അഥവാ മത്സരം, ദെൻ കോൺഫ്ലിക്റ്റ് ആവും എന്നുള്ളതാണ്. ദെൻ ഇത് നമ്മൾ ഇന്നലെ പറഞ്ഞിട്ടുള്ള ഏരിയ തന്നെയാണ് നമ്മൾ എക്കണോമിക്സിൽ പറഞ്ഞു. ഭാവി തലമുറയുടെ ആവശ്യങ്ങൾ നിറവേറ്റുന്നതിനുള്ള കഴിവിൽ വിട്ടുവീഴ്ച ചെയ്യാതെ തന്നെ വർത്തമാനകാല ആവശ്യങ്ങൾ നിറവേറ്റുന്ന വികസനമാണ് സുസ്ഥിര വികസനം, സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ്. നമ്മൾ ഇന്നലെ എക്കണോമിക്സിൻ്റെ ക്ലാസ്സിൽ പറഞ്ഞാണ്. അതായത് ഭാവി തലമുറക്കും നമ്മുടെ ഈ ഭൂമിയെ കാത്തു സൂക്ഷിച്ച് നമ്മുടെ നിലവിലുള്ള വികസന പ്രവർത്തനങ്ങൾ കൊണ്ടുപോകുന്നതിനെയാണ് സുസ്ഥിര വികസനം എന്നുള്ളത്. ദെൻ എട്ടാമത്തതെന്ന് പറഞ്ഞാൽ മാക്സ് വെബറിൻ്റെ അഭിപ്രായത്തിൽ ഡാഷ് എന്നത് നിയമാനുസൃതമായിട്ടുള്ള ശക്തിയാണ്. ഓക്കെ, അത് ഏതാണ്? പദവിയാണോ, പങ്കാണോ, ശക്തിയാണോ, അധികാരമാണോ? ഓക്കെ, അധികാരം, അതോറിറ്റി അല്ലേ. അധികാരം എന്നുള്ള പവർ എന്നുള്ളത് രാഷ്ട്രത്തിൻ്റെ അധികാരം എന്നുള്ളത്. ഇപ്പോൾ രാഷ്ട്രത്തിന് ഒരാളെ തടവിൽ പാർപ്പിക്കുക എന്നുള്ളത് അത് അവർക്ക് അധികാരമുണ്ട്. ഒരാൾ തെറ്റ് ചെയ്താൽ അത് എന്തിൽ നിന്ന് വരുന്നതാണ്?
അത് എന്തിൽ നിന്നാണ് വരുന്നത്? അത് നിയമാനുസൃതമായിട്ടുള്ള ശക്തിയാണ്. ഒരാളെ തൂക്കിക്കൊല്ലാനുള്ള അധികാരം, അതായത് തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ, ഹീനമായിട്ടുള്ള തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ തൂക്കിക്കൊല്ലാനുള്ള അധികാരം രാഷ്ട്രത്തിനുണ്ട്. അത് നിയമം വഴി രാഷ്ട്രത്തിന് ലഭിച്ചതാണ്. അല്ലാതെ ഒരുത്തൻ്റെ ജീവൻ എടുക്കാനുള്ള അധികാരം ഒരാൾക്കുമില്ല. അപ്പോൾ രാഷ്ട്രത്തിൻ്റെ നിയമാനുസൃതമായിട്ടുള്ള അധികാരമാണ്. ഓക്കെ, ഇനി നിലവിലുള്ള നിയമം ലംഘിക്കുന്ന ഇതേ പാഠത്തുനിന്ന് വന്നിട്ടുള്ള മറ്റൊരു ചോദ്യമാണ്. നിലവിലുള്ള നിയമം ലംഘിക്കുന്ന പ്രവൃത്തിയാണ് എതിർപ്പ്, യുവ വിപ്ലവം, പ്രതിസംസ്കാരം, കുറ്റകൃത്യം. ഓക്കെ, കുറ്റകൃത്യം നമ്മളിപ്പോൾ നമ്മുടെ നാട്ടിൽ ഒരു നിയമമുണ്ട്. അത് നമ്മൾ ലംഘിക്കുന്നതിനെ നമ്മൾ പറയപ്പെടുന്നത് എന്താണ്? കുറ്റകൃത്യം. ആലോചിക്കാനൊന്നുമില്ല, ക്രൈമാണ്. അതൊരു ക്രൈമാണ്. നിലവിലൊരു ഇതുണ്ട്. ആ നിയമത്തെ നമ്മൾ അനുസരിക്കാതെ നമ്മൾ എതിർക്കുന്നതിനെയാണ്, ലംഘിക്കുന്നതിനെയാണ് കുറ്റകൃത്യം. മാൻ ഇൻ ഇന്ത്യ നമ്മൾ നേരത്തെ പറഞ്ഞു. ആരാണ് മാൻ ഇൻ ഇന്ത്യ എഴുതിയിട്ടുള്ളത്? യെസ്, S.C. റോയ് അഥവാ ശരത്ചന്ദ്ര റോയിയാണ് മാൻ ഇൻ ഇന്ത്യ എന്ന ചാനൽ 1921 ആരംഭിച്ചിട്ടുള്ള ജേണൽ. ഇനി ചേരുംപടി. ഈ ഒരു ചേരുംപടി വളരെ സിമ്പിളായിരുന്നു. പക്ഷേ തെറ്റിക്കരുത്. ചിലപ്പോൾ നമ്മൾ പറഞ്ഞു ഓക്കെ, അറിയുന്നത് ചെയ്തോളൂ, അറിയാത്തത് നമുക്ക് ലാസ്റ്റ്. പിതൃസ്ഥാനീയം, പിതൃദായകം, പിതൃമേധാവിത്വം നമ്മൾ പറഞ്ഞു. പിതൃസ്ഥാനീയം, പിതൃദായകം, ദെൻ പിതൃമേധാവിത്വം. വരൻ്റെ വീട്ടിൽ ജീവിക്കും. ദെൻ പിതൃദായക കുടുംബം ഏതാണ്? പാരമ്പര്യം പിതാവിലൂടെ. നോക്കാറില്ല, ഈ രണ്ട് സൈഡും ഒന്ന് വായിച്ചു നോക്കിയാണ്. യെസ്. അപ്പോൾ അതെ, ഓക്കെ, ഉണ്ടാകുന്ന കുടുംബം. അതായത് ഇവിടെ സിമ്പിളാണ്. നിങ്ങൾ പിതൃദായകം, പിതൃസ്ഥാനീയം, പിതൃമേധാവിത്വം. പിതൃസ്ഥാനീയം, സ്ഥാനം എന്ന് പറഞ്ഞാൽ നമ്മൾ ജീവിക്കുന്ന സ്ഥാനം നോക്കുക. ദായകം എന്ന് പറഞ്ഞാൽ നമ്മുടെ പാരമ്പര്യമാണ്. മേധാവിത്വം എന്ന് പറഞ്ഞാൽ അധികാരമാണ്. ഇതേപോലെ തന്നെ ടെക്സ്റ്റ് ഞാൻ മെറ്റീരിയൽ ഞാൻ ഒന്ന് നോക്കട്ടെ, നിങ്ങളുടെ ടെക്സ്റ്റ് നോക്കട്ടെ. നമ്മുടെ റെഗുലർ ഇതിന് താവഴി ശരിക്ക് നമ്മുടെ ടെക്സ്റ്റിൽ, അതായത് റെഗുലർ വിദ്യാർത്ഥിയുടെ ടെക്സ്റ്റിൽ പിതൃദായകം എന്നുള്ളത് നമ്മൾ പറഞ്ഞു പാരമ്പര്യം പിതാവിലൂടെ എന്നുള്ളതാണ്. അത് നിങ്ങൾക്ക് എന്താണ് ഓപ്ഷൻ തന്നിട്ടുള്ളത് അത് നോക്കിയിട്ട് എഴുതുക. രണ്ടും നിങ്ങളുടെ മൈൻഡിലുണ്ട്, നോക്കിയിട്ട് എഴുതുക. നിങ്ങൾക്ക് എന്താണ് ഓപ്ഷൻ തന്നിട്ടുള്ളത്. ഈ ക്വസ്റ്റ്യൻ ഇടുന്നത് DHSC-കാർ, അതായത് ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് ഹയർ സെക്കൻഡറി എഡ്യൂക്കേഷനാണ്. അപ്പോൾ അവർ ഇതേപോലെ റെഗുലറായിട്ട് പഠിപ്പിക്കുന്ന അധ്യാപകരായിരിക്കും ക്വസ്റ്റ്യൻ പൂൾ തയ്യാറാക്കുക. അപ്പോൾ മിക്കവാറും ഇത്തരത്തിലുള്ളതായിരിക്കും. എന്താണ് ഓപ്ഷൻ അതനുസരിച്ച് ചെയ്യുക. ഓക്കെ, ഓപ്ഷൻ എഴുതുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഈ ദിശാകുടുംബം എന്ന് പറഞ്ഞാൽ നമ്മൾ ജനിച്ച കുടുംബത്തെയാണ് നമ്മൾ ദിശാകുടുംബം എന്നുള്ളത്. ദെൻ വിവാഹത്തിലൂടെ ഉണ്ടാകുന്ന കുടുംബത്തെയാണ് പ്രത്യുൽപാദന കുടുംബം എന്ന് പറയപ്പെടുന്നത്. അപ്പോൾ ഇതാണ് ഫസ്റ്റ് പാർട്ട് നമ്മുടെ സോഷ്യോളജി. ഇനി 2 മാർക്ക്, 3 മാർക്ക്, 4 മാർക്കിൻ്റെ ഇതും പിന്നെ 6, 8 മാർക്കിൻ്റെ, ഇങ്ങനെ 3 പാർട്ടായിരിക്കും. അത് ഞാൻ ഓക്കെ, അത് ഞാൻ നമ്മൾ ഓൾറെഡി അത് ക്ലാസ് എടുത്ത് അതിൻ്റെ വീഡിയോ അയച്ചതാണ്. നമുക്ക് ഇനി ചെയ്യാൻ പറ്റാന്ന് അത് ഞാൻ തരാം. അത് ഒന്ന് ഷോർട്ടാക്കിയിട്ട് അത് മാത്രം, അതായത് പ്രധാനപ്പെട്ട തിങ്കേഴ്സും അവരുടെ പുസ്തകം, അല്ലെങ്കിൽ സോഷ്യോളജിസ്റ്റ് അവരുടെ പുസ്തകം, അത് ഞാൻ തരാം. ഓക്കെ, അപ്പോൾ നമുക്ക് രാത്രിയത്തെ ക്ലാസ്സിൽ കാണാം. ഓക്കെ, പെട്ടെന്ന്. ഓക്കെ, ഓക്കെ, ശരി.